നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കൊറോണയുടെ ടൈമല്ലേ ഇപ്പോൾ? അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെല്ലാം കെയർ ചെയ്യുന്നുണ്ട്. പിന്നെന്താ, അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിൽ ഞാൻ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ കുഴിമന്തി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. കുഴിയൊന്നും വേണ്ട, നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരണം, അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ മന്തി ഉണ്ടാക്കുന്നത്. 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. വലിയ പീസായിട്ട് കട്ട് ചെയ്ത് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചിക്കൻ്റെ ഓരോ പീസും എടുത്ത് ഒരു ഫോർക്ക് കൊണ്ടോ കത്തി കൊണ്ടോ എണ്ണയിൽ ഇതേപോലെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മസാലയൊക്കെ അതിന് നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ ഓരോ പീസും എടുത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാ പീസും ഞാൻ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് കുരുമുളക് പൊടി 2 ടീസ്പൂൺ, ജീരകപ്പൊടി 1.25 ടീസ്പൂൺ, പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാനിവിടെ മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. അത് 2-2.5 പീസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ സ്റ്റോക്കിനകത്ത് ഉപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉപ്പ് ഇത്തിരി ചേർത്ത് കൊടുത്താൽ മതി. നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ കൂടിപ്പോകും. ഇനി ചിക്കൻ പീസസിൽ ഇത് നന്നായിട്ട് എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അധികം മസാലയൊന്നും ആവശ്യമില്ലാത്തൊരു ഡിഷാട്ടോ ഈ മന്തി. ഇനി ഞാൻ ഇതിലേക്ക് ഇത്തിരി ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. റെഡ് ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഇത് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പം ചിക്കൻ റെഡിയാക്കി കഴിയുമ്പോൾ നല്ലൊരു കളറിലായിരിക്കും. അതിപ്പോൾ എനിക്ക് വീഡിയോയിൽ കാണിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നല്ലതാണ് ഞാൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുമ്പം കളർ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ്. ഓയിൽ ഇത്രയും ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ വെള്ളം ചേർത്തുന്നതല്ല വേവിക്കുന്നത്, ഈ ഓയിലിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയ്ക്കും ഓയിൽ ചേർക്കുന്നത്. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞ് 1/2 കപ്പ്, പൊടിയായിട്ട് അരിഞ്ഞ പുതിനയില 1/2 കപ്പ്, പിന്നെ 2 ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം ഇതിനകത്ത് നന്നായിട്ട് വെന്തലിഞ്ഞ് ചേർന്നോളൂ. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നന്നായിട്ട് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടോ ചിക്കന് ചെറിയ കളറൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഫുഡ് കളർ ചേർത്തുകൊണ്ടാണ്. കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി കളർ കിട്ടും. ഇനി ഇപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ഒരു 1 മണിക്കൂറോളം വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ചിക്കൻ അടച്ച് വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി അടുത്ത് ഞാൻ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് 3/4 കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ ചിക്കൻ എടുത്തിട്ടുള്ള 3/4 കിലോ ബസ്മതി റൈസും. മന്തിക്ക് വേണ്ടിയിട്ട് റൈസ് എടുക്കുമ്പം വലിപ്പമുള്ള ബസ്മതി റൈസാണ് നല്ലത്, അതേപോലെ വൈറ്റ് കളറുള്ളതും. ഇനി റൈസ് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് 1/2 മണിക്കൂർ നമുക്ക് കുതിരാൻ വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യുന്ന ഈ പാത്രത്തിൽ തന്നെ മതി. അതേപോലെ മന്തി ഉണ്ടാക്കുന്നത് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ചെയ്യാം. ചിക്കൻ പീസസ് എല്ലാം നമുക്ക് ഈ പാത്രത്തിലേക്ക് പെറുക്കി വെക്കാം. എന്നിട്ട് ബാക്കി വരുന്ന ആ എണ്ണയും മസാലയും എല്ലാം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് ആദ്യം ഒരു 4-5 മിനിറ്റ് ഫ്ലെയിം നന്നായിട്ട് കൂട്ടിയിട്ട് കൊടുക്കാം. അടച്ചു വയ്ക്കാം. അപ്പോൾ ഒരു 4-5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ചിടാം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിടണം. എന്നിട്ട് ഇടയ്ക്ക് ചിക്കൻ ഒന്ന് തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നോക്കണം. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ലെങ്കിലും ചിക്കനിൽ നിന്നുള്ള വെള്ളം നന്നായിട്ട് ഇറങ്ങും. പിന്നെ നല്ലവണ്ണം എണ്ണയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ വേവിക്കുന്ന സമയത്ത് ചിക്കൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും, പുറം ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞും വരും. ഇപ്പോൾ ഒരു 7-8 മിനിറ്റ് ആയപ്പോഴത്തേക്കും വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ചിക്കൻ്റെ പീസസ് എല്ലാം തിരിച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് റൈസ് കൂടി വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഗ്രാമ്പൂ 4 എണ്ണം, ഏലക്ക 6 എണ്ണം, കറുവപ്പട്ട 2 ചെറിയ പീസ് എന്നിവിടെ ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കുന്ന നാരങ്ങ ഉണങ്ങിയതാട്ടോ. ചെറുനാരങ്ങ ഉണങ്ങിയത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതൊരെണ്ണം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ റൈസിൻ്റെ വെള്ളത്തിലോട്ടും മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നുണ്ട്. 1/2 മുറിയെ ചേർത്ത് കൊടുക്കണം. ഇതിന് ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഉപ്പ് ചേർക്കുമ്പോൾ അതിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കനെ നോക്കാം. ഇതിപ്പോൾ ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ നിറയെ വെള്ളമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മന്തിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളം ആവശ്യമില്ല. ചിക്കൻ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിനി ഇത് ഓപ്പൺ ചെയ്ത് വെക്കുക. തുറന്ന് വെച്ച് തിളപ്പിക്കുമ്പോൾ വെള്ളം നന്നായിട്ട് വറ്റും. റൈസ് വേവിക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
സോക്ക് ചെയ്ത് വെച്ചിരുന്ന റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് വേവുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒരുപാട് വെന്ത് പോവല്ലേ, വെന്ത് കുഴയാൻ പാടില്ല. പിന്നെ നമ്മളിത് ഓഫ് ചെയ്ത് വെച്ചാൽ ഇത് ഇരുന്നൊന്ന് വേവുമല്ലോ. പിന്നെ നമ്മളിത് ദം ചെയ്യുന്ന കൂടെയുണ്ട്, ദം ചെയ്യുമ്പോഴും വേവും. അപ്പോൾ ഒരു 80% വേവായി കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. റൈസും വെന്ത് വന്നിട്ടുണ്ട്. റൈസ് തന്നെ ഒന്ന് ഊറ്റിയെടുക്കാം. റൈസ് വെന്ത് പോയിട്ടൊന്നുമില്ല, നല്ല പാകത്തിന് വേവായിട്ടുള്ളൂ, പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചിക്കൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു അരമണിക്കൂറായി ഇപ്പം നമ്മൾ ചിക്കൻ വെച്ചിട്ട്. ഇപ്പം ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി ഇതുണ്ടാവും. പുറമൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് വേവുകയും ചെയ്തു. ഇത്രയും മതി. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇനിയിപ്പം നമുക്കിതൊന്ന് ദം ചെയ്യണം. ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചിക്കൻ്റെ മേലോട്ട് തന്നെയാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത്. വേറെ പാത്രമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ റൈസിന് ഇത്തിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി എടുത്ത് ഇത്തിരി വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ വേണം മിക്സ് ചെയ്യാൻ, പാലിൽ വേണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മൾ സാധാരണ ബിരിയാണിക്ക് ചെയ്യണ പോലെ തന്നെ. ഇനി നമുക്കിത് ഇത്തിരി മേലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് ദം ചെയ്ത് കഴിഞ്ഞ് എടുക്കുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു കളർ കിട്ടും. അതിന് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്ന പച്ചമുളകാണ്. കുറച്ച് പച്ചമുളക് നന്നായിട്ട് കഴുകിയെടുത്ത് ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുക്കാം. ദം ചെയ്തെടുത്ത് കഴിയുമ്പോൾ പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്തിരിക്കും. അപ്പോൾ ഈ മന്തി കഴിക്കുന്ന ടൈമിൽ ഈ പച്ചമുളകൊക്കെ കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട ഈ മന്തിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുക്കുന്ന ചാർക്കോളിൻ്റെ ഒരു പീസാണ്. അപ്പോൾ ഈ ചാർക്കോൾ കയ്യിലില്ലെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കത്തിക്കുന്ന കനലുണ്ടല്ലോ, അതിൻ്റെ ഒരു പീസ് എടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഒരു ബൗൾ ഇതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് കത്തിച്ച ചാർക്കോൾ ഒരെണ്ണം ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ അതിലേക്ക് നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ആ സൺഫ്ലവർ ഓയിൽ തന്നെ ഇത്തിരി ഒഴിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ബട്ടറോ ഏത് വേണോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ പുക ഇങ്ങോട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്കും ആ പുക നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് കവർ ചെയ്ത് വെക്കാം. നന്നായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് അടപ്പ് വെച്ച് അടയ്ക്കുന്നത്. ഇങ്ങനെ വേണമെന്നില്ല, നമ്മൾ സാധാരണ അടപ്പ് വെച്ച് അടച്ചിട്ട് അതിന് ചുറ്റും മൈദ കുഴച്ച് തേച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി. പിന്നെ ഇതിലിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്ക് പാനാണ്. പിന്നെ അതിനടിയിലെ എണ്ണയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വേറെ ഒരു തവയുടെ മുകളിലോട്ട് കയറ്റി വയ്ക്കാത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രം അനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരു ദോശക്കല്ലോ അല്ലെ കട്ടിയുള്ളൊരു തവയോ അടിയിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പാത്രം എടുത്ത് വെച്ചിട്ട് ദം ചെയ്യാം. നമ്മൾ സാധാരണ ബിരിയാണിക്ക് ദം ചെയ്യുന്നില്ല, അതേപോലെ തന്നെ. മന്തി ദം ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട സൈഡ് ഡിഷ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ചുവന്ന മുളക് 1 കപ്പ്, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, വിനെഗർ 4 ടേബിൾ സ്പൂൺ, പഞ്ചസാര 2 ടീസ്പൂൺ, ഉപ്പ്, പിന്നെ 1/4 കപ്പ് വെള്ളം, ഇത്ര കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് അത്യാവശ്യം വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്ന വരെ നമുക്ക് വേവിക്കാം. ലോ ഫ്ലെയിം ആക്കിയിടേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത്തിരി വെള്ളം ഇരുന്നോട്ടെ, നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാനുള്ള. ഇനി ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ ഞാനിത് ദം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ട്. മന്തി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് സെർവ് ചെയ്യട്ടെ. ഉണക്കമുളകൊക്കെ വേവിച്ച് വെച്ചിരുന്ന ചൂടാറി കഴിഞ്ഞപ്പോൾ അത് ഞാൻ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെഡ് കളറുടെ ചട്നി റെഡിയായി. പിന്നെ ഇത് പുതിന ചട്നി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പുതിന ചട്നി എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കി ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ സലാഡും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ ജസ്റ്റ് സവോളയും തക്കാളിയും പച്ചമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് സലാഡും റെഡിയാക്കി. അപ്പോൾ സലാഡും 2 ചട്നിയും റെഡിയായി. ഇനി നമുക്ക് മന്തി കൂടി എടുത്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മന്തി. ഇനി കടയിലൊന്നും പോയി വാങ്ങാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതേപോലെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുഴിയും കുക്കറും ഒന്നും ആവശ്യമില്ല. എത്ര എളുപ്പത്തിലാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ലൊരു റൈസ് ആട്ടോ ഇത്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനകത്ത് ബെൽ ബട്ടൺ വരും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻസ് കിട്ടും.